ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ചെറുപയർ പരിപ്പ് കൊണ്ട് പായസം ഉണ്ടാക്കാൻ പോവാണേ. ഈ പായസം ഉണ്ടാക്കാൻ നമുക്കിനി എന്തൊക്കെയാണ് ആവശ്യം എന്ന് നമുക്ക് നോക്കാം. ചെറുപയർ പരിപ്പ് 150 ഗ്രാം, ശർക്കരപ്പൊടി 100 ഗ്രാം, അരമുറി തേങ്ങയുടെ 1/4 പാൽ 1 കപ്പ്, 2/2 പാൽ 2 കപ്പ്, കശുവണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, ഉണക്കമുന്തിരി ആവശ്യത്തിന്, തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്, നെയ്യ് 1.5 ടേബിൾ സ്പൂൺ, ചുക്കും ഏലക്കയും കൂടി പൊടിച്ചത് 1 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് പരിപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പരിപ്പിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് തണുക്കാനായി മാറ്റി വയ്ക്കാം. വറുത്തെടുത്ത പരിപ്പ് തണുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് പരിപ്പ് വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്ററിനോട് അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരുന്ന പരിപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ പരിപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇത് നിങ്ങൾക്ക് കുക്കറിലും വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിലാകുമ്പോൾ പരിപ്പ് എളുപ്പം വെന്ത് കിട്ടും. ഇപ്പോൾ പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പായസത്തിനാകുമ്പോൾ പരിപ്പ് ഒരല്പം കൂടി വെന്ത് കുഴഞ്ഞു വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടെ പരിപ്പ് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പരിപ്പ് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പരിപ്പ് ഒരുവിധം ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ തരത്തിലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് പാനിയാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ശർക്കരയും പരിപ്പും ചേർന്ന് നല്ലതുപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2/2 പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 2/2 പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ച് തുടങ്ങുമ്പോൾ തൊട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. 2/2 പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 പാൽ ചേർത്ത് കൊടുക്കാം. 1/4 പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. അതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണേ. ഇപ്പം നമുക്ക് ചുക്കും ഏലക്കയും കൂടി പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇറക്കി താഴെ വെച്ചിട്ട് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം. തളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രം ചൂടാക്കാൻ വയ്ക്കുക. പാത്രം ചൂടായതും അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതും നമുക്ക് ആദ്യം തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് കശുവണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. കശുവണ്ടിപ്പരിപ്പിൻ്റെ നിറം മാറി തുടങ്ങിയത് നമുക്കതിലേക്ക് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പായസത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.